ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അറഫ്ത സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ നേരെ നമ്മുടെ എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡ് നിർത്തി തന്നെ കാണിക്കുന്നത് ദേഷ്യം പിടിച്ച് നിൽക്കുന്ന അദേശിനെയും ആകെ ഷോക്കായി നിൽക്കുന്ന മേജനെയാണ്. ഈ റിങ് ഇവിടെ എങ്ങനെ വന്നത് അദേശ് അവളോട് ഒത്തിരി തവണ ചോദിക്കുന്നുണ്ടെങ്കിലും മേജന് അതിന് പറയാനൊരു ഉത്തരം ഉണ്ടാവില്ല. അദേശ് അവൾ വിശ്വസിക്കാത്തതുകൊണ്ട് തന്നെ അവൾ ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും. പക്ഷേ ഇപ്പം നമ്മുടെ അദേശ് പണ്ടത്തെ പോലെ ഒന്നല്ല. അദേശിന് മേജന് നല്ല വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ അവൻ നേരെ മുസൈൻ്റെ ആസ്ലിയുടെ അടുത്തേക്ക് വരികയാണ്. സത്യം പറഞ്ഞോ, ഈ റിങ് ആരാ അവിടെ കൊണ്ടുവച്ചത്? അത് കേൾക്കുമ്പോൾ ആസ്ലിയും മുസൈനും പറയും, അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇതിൽ നസീറിന്റെ മേജന്റെ പേരല്ലേ ഇരിക്കുന്നത്? എന്തായാലും അവളുടെ എൻഗേജ്മെന്റ് നസീറായിട്ട് കഴിയായിരുന്നതല്ലേ? അത് നടക്കാതായപ്പോൾ അതിന്റെ വിഷമത്തിൽ അവൾ അത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരിക്കും എന്ന് ആസ്ലി അവളെ നോക്കി പറയും. ഇത് കേൾക്കുമ്പോൾ ആദേശ് നല്ല ദേഷ്യം വരും. ഇല്ല, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, കാരണം അവൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ആദേശ് അവിടെ മേജനെ സപ്പോർട്ട് ചെയ്ത് പറയും. ഇത് കേൾക്കുമ്പോൾ മുസൈന് മനസ്സിലാവും കാര്യമെല്ലാം ആകെ താഴ്മാറായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സെഹ്റയുടെ തലയിലേക്ക് ചെറുതായിട്ട് നമ്മുടെ മുസൈൻ ഇടും. സെഹ്റയാണെങ്കിൽ മുസൈൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവൾക്ക് വേറെ വഴിയില്ലാതെ അവൾ അത് സമ്മതിക്കും. സാർ, ഞാൻ ഈ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ആ റിങ് കിട്ടിയത്. അതിൽ മേജന്റെ പേരിലുകൊണ്ടാണ് ഞാൻ ആ ടേബിളിൽ വെച്ചതെന്ന് സെഹ്റ മുസൈന് വേണ്ടി കള്ളം പറയും. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, ഇനിമേൽ ഇതുപോലത്തെ മിസ്റ്റേക്ക് ആവർത്തിക്കാൻ പാടില്ല. ഈ റിങ് നീ തന്നെ എവിടെ കൊണ്ട് കളയെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോവും. അത് കാണുമ്പോൾ മേജൻ അദേശിന്റെ കൂടെ തന്നെ പോവും. മേജൻ അദേശിനോട് ഓടി വന്ന് ചോദിക്കും, അദേശ് ഇന്നെന്താ സംഭവിച്ചത് നിങ്ങൾക്ക്? എന്തു പറ്റി? ഞാൻ നിന്നെ ഓഫീസിലേക്ക് വിളിച്ചിരിക്കുക, നിനക്ക് ഓഫീസിലേക്ക് വരണ്ടേ? എന്ത്? നിങ്ങളെന്നെ ഓഫീസിലേക്ക് വിളിച്ചിരിക്കുന്നോ? അതായത് എനിക്കിനി വർക്ക് ചെയ്യാൻ പറ്റുമോ? ആ, എന്താ നിനക്കിനി വർക്ക് ചെയ്യണ്ടേ? പിന്നല്ലാതെ, എനിക്ക് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. അതുമല്ല, നിങ്ങൾ എന്നോട് ഈ ചെയ്തതിനൊക്കെ ഞാൻ നിങ്ങളോട് ഒത്തിരി താങ്ക്സ് പറയാം. നിങ്ങളെന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് സപ്പോർട്ട് ചെയ്തില്ലേ, ഒരുപാട് നന്ദിയുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, എന്തായാലും നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. അതല്ല, നമ്മളിവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണോ അതോ നമുക്കിനി ഓഫീസിലേക്ക് പോകണ്ടേ? ഇത് കേൾക്കുമ്പോൾ മേജന് ഒത്തിരി സന്തോഷമാവും. അങ്ങനെ അവരവിടുന്ന് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും മേജൻ്റെ കഴുത്തിലിരിക്കുന്ന ഒരു നെക്ലേസ് താഴേക്ക് വരുന്നത്. അത് കാണുമ്പോൾ മേജന് ഒത്തിരി വിഷമാവും. അയ്യോ, എൻ്റെ നെക്ലേസ് പൊട്ടിപ്പോയല്ലോ. അതിനിപ്പോൾ എന്താ, ഇതൊരു ചെറിയ നെക്ലേസ് അല്ലേ, എന്താ അപ്പം അതിന് ഇത്തിരി കുഴപ്പം? അതല്ല, എനിക്ക് നെക്ലേസ് ഒത്തിരി ഇഷ്ടമായിരുന്നു, എൻ്റെ ഫേവറേറ്റ് നെക്ലേസ് ആണെന്ന് മേജൻ അവനോട് പറയും. അത് കേൾക്കുമ്പോൾ ആദേശ് അതൊന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും അവരത് മൈൻഡ് ചെയ്യാത്ത പോലെ വാ നമുക്ക് ഓഫീസിലേക്ക് പോകാമെന്ന് പറഞ്ഞ് മേജനെ കൊണ്ട് അവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് നസീറിനെയാണ്. അവനവിടെ മേജൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവിടേക്ക് ദമയത്ത് ചൂടായിട്ട് വരുന്നത്. നമ്മുടെ നസീർ ബുറാക്കിനെ വരട്ടിയതിന് ശേഷം ബുറാക്ക് ദമയത്തിനോട് സംസാരിക്കാൻ വരാറില്ല. ഈ കാര്യമെല്ലാം അറിഞ്ഞിട്ടാണ് ഇപ്പം ദമയത്ത് നസീറിൻ്റെ അടുത്തേക്ക് നിൽക്കുന്നത്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്തിനാ ബുറാക്കിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവനൊരു പാവം പിടിച്ച പയ്യനാ, അവൻ എന്നോട് സംസാരിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഇത് കേൾക്കുമ്പോൾ നസീറും പറയും, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചത്. അവനൊരു നല്ല പയ്യനൊന്നല്ല, അതുമല്ല നീ അവന് തമ്മിൽ ഒട്ടും ചേരുകയില്ല. ചേട്ടാ, ഞാനിപ്പോൾ ഒരു മുതിർന്ന പെൺകുട്ടിയല്ലേ, അതുമല്ല എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. എനിക്കെൻ്റെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങളും ഒറ്റയ്ക്ക് എടുക്കാനുള്ള അവകാശമില്ലേ? അവനോട് സംസാരിക്കാൻ പാടില്ല, അവനെ കാണാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതുമല്ല അവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അതിലൊരു മാറ്റം ഉണ്ടാവില്ലെന്ന് ദമയത്ത് അവനോട് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ നസീർ നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആകെ സായി കെട്ടി നിൽക്കുന്ന ആസ്ലിയാണ്. അവൾ ദേഷ്യവും വിഷമൊക്കെ വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. കാരണം അവളുടെ ഈ റിങ്ങിന്റെ പ്ലാൻ വർക്കായില്ല. അതുപോരാഞ്ഞിട്ട് അദേശന് അവളോടുള്ള ആ ഒരു വിശ്വാസം ഇപ്പൊ ആസ്ലിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോഴാണ് അവിടേക്ക് മുസൈൻ വരുന്നത്. മുസൈൻ വരുമ്പോഴും ഈ ആസ്ലി എന്തൊക്കെയോ പിച്ചുമേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് ആകെ ടെൻഷനായി ദേഷ്യം വന്ന് നമ്മുടെ മുസൈൻ ആസ്ലിയുടെ കാരണത്തിനൊന്ന് കൊടുക്കും. മോളെ, നീ എന്തായി പറഞ്ഞത്? നിനക്കെന്താ മോളെ വട്ടായോ? നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ആസ്ലി ആണെങ്കിൽ ആകെ വിഷമിച്ച് തകർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അവൾ വായ തോന്നിയൊക്കെ വിളിച്ച് പറയാണ്. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ മുസൈൻ ഒത്തിരി വിഷമാവും. അതുകൊണ്ട് തന്നെ ആസ്ലിയുടെ ഈ കാര്യത്തിൽ മുസൈനും കൂടി ഇടപെടാൻ നിൽക്കും. അതായത് മുസൈൻ്റെ വക ഒരു പുതിയ പ്ലാൻ വരാതിരിക്കുന്നുണ്ടെന്ന് അർത്ഥം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അദേശിനെ മേജനെയാണ്. അവർ ഓഫീസിലേക്ക് വരുന്നവരെ നല്ല മൂഡിലായിരിക്കും. ഓഫീസിലെത്തി മേജൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ നീ എവിടേക്കോ ഇനി പോകുന്നതെന്ന് മേജൻ ഒന്ന് ചോദിക്കും. അത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. അല്ല, ഞാനെവിടെ പോയാലും അതെല്ലാം ഇപ്പം നിന്നോട് പറയണമെന്നുണ്ടോ? അതായത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പരസ്പരം തിരിച്ച് പറയാറൊന്നുമില്ലല്ലോ. ആ സ്ഥിതിക്ക് ഞാനിപ്പോൾ എന്തിനാണ് നിന്നോടൊക്കെ പറയുന്നത്? ഇത് കേൾക്കുമ്പോൾ മേജൻ നല്ല ദേഷ്യം വരും. ഇത്രയും നേരം നന്നായിട്ടിരുന്ന ആൾ പെട്ടെന്നല്ല കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ മേജൻ ചോദിക്കും, ഓ അപ്പം അങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? അല്ലെങ്കിലും നിങ്ങൾ പറഞ്ഞത് ശരിയാ, നമ്മളൊരിക്കലും അങ്ങനത്തെ കാര്യമൊന്നും പരസ്പരം ഷെയർ ചെയ്ത് പരിചയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എന്തിനാ നിങ്ങൾ എവിടെ പോകുന്നു എന്തായെന്നൊക്കെ അന്വേഷിക്കേണ്ട ആവശ്യം? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് മേജൻ ചുമ്മാ വഴക്കും കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അതെല്ലാം കാണുമ്പോൾ ആദേശ് നല്ല ചിരി വരുന്നുണ്ട്. അങ്ങനെ അവൻ അവൻ്റെ കാർ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവും. പിന്നീട് കാണിക്കുന്നത് നസീറിനെയും ദമയത്തിനാണ്. ദമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നസീർ അവിടേക്ക് വരും. മോളെ, ഞാൻ നിന്നോട് ഒരിക്കലും അങ്ങനെ ചൂടായിട്ട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഒന്നില്ലെങ്കിലും നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ, അതൊക്കെ ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് സ്വന്തം എന്ന് പറയാൻ നീ മാത്രമല്ലേ ഉള്ളൂ.
നമ്മുടെ പാരൻസ് മരിച്ചതിന് ശേഷം നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ നോക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് പോയതാ. അതോടെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. നീ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് നസീർ ദമയത്തിനോട് നന്നാവാൻ വരുമായിരിക്കും. ദമയത്തിന് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും അവളൊക്കെ കേട്ടിരിക്കുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ നസീറിന്റെ ഉദ്ദേശം വേറൊന്നല്ലായിരുന്നു. അവൻ മെല്ലെ സൈഡിൽ കൂടെ അവളുടെ ഫോൺ എടുത്ത് അവിടുന്ന് പോകുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും ദമയത്ത് അറിയുന്നില്ല. അങ്ങനെ അവളുടെ വർക്കെല്ലാം കഴിയുമ്പോൾ അവളുടെ ഫോൺ നോക്കുമ്പോൾ അവിടെ കാണുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ മൊത്തത്തിൽ സെർച്ച് ചെയ്യും. അവിടെ ഇരിക്കുന്ന ഓഫീസേഴ്സിനോടെല്ലാം അവളുടെ ഫോൺ കണ്ടിരുന്നതെന്ന് ചോദിക്കും. പക്ഷെ അവരാരും ഇത് കണ്ടിട്ടുണ്ടാവില്ല. എങ്ങനെ കാണാനാ, നമ്മുടെ നസീറിന്റെ കയ്യിലല്ലേ ഫോൺ ഇരിക്കുന്നത്. അതും പറഞ്ഞ് അവൾ നേരെ അവളുടെ വീട്ടിലേക്ക് അത് സെർച്ച് ചെയ്യാൻ വേണ്ടി പോവായിരിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദേശിനെയാണ്. അവൻ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ ജമാലിന്റെ അടുത്തേക്കാണ്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ജമാൽ കേൾക്കുമ്പോൾ ആദേശ് പറയും, ഇല്ല അങ്ങനെ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ചെറിയൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോൾ ആദേശ് പറയും, ഒരു ചെറിയ നെക്ലേസ് മേടിക്കാനുണ്ടായിരുന്നു. നെക്ലേസ് മേടിക്കാനോ? ആർക്ക്? വേറെ ആർക്കാ? മേജന്. അല്ലാതെ പിന്നെ മേജന് നെക്ലേസ് മേടിക്കാനോ? പിന്നല്ലാതെ. ഇന്ന് രാവിലെ നമ്മൾ പോന്നുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ആ നെക്ലേസ് താഴെ വീണ് പൊട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒത്തിരി വിഷമമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവൾക്ക് എന്തെങ്കിലും ഒരു നെക്ലേസ് മേടിച്ചു കൊടുക്കാമെന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജമാൽ നല്ല ചിരി വരുന്നുണ്ട്. എങ്ങനെ ഇരുന്നാളാ ഇപ്പം മേജന് നെക്ലേസ് മേടിക്കാൻ പോകുന്നു. എന്താടാ നീ അങ്ങനെ പറഞ്ഞേ? ഇതൊരു ഹ്യൂമാനിറ്റികളൊക്കെ ചെയ്യുന്നതെന്നുള്ളൂ. ഒരാളുടെ നെക്ലേസ് പോയി കഴിയുമ്പോൾ നമ്മൾ പുതിയ നെക്ലേസ് മേടിച്ചു കൊടുക്കില്ലേ, അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും നീ കാണണ്ടെന്ന് ആദേശ് ജമാലിനോട് പറയും. പക്ഷെ ജമാലാണെങ്കിൽ നല്ല ചിരി വരുന്നുണ്ടാവും. എങ്ങനെ ഇരുന്നിരുന്ന ആദേശ ഇപ്പതേ അവൾക്ക് നെക്ലേസ് മേടിച്ചു കൊടുക്കാൻ പോകുന്നു എന്നും പറഞ്ഞ് ജമാൽ അവനെ നൈസിൽ കളിയാക്കുന്നുണ്ട്. പക്ഷെ ആദേശ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ആദേശ് മേജിന് വേണ്ടി നല്ല അടിപൊളി നെക്ലേസ് ഒക്കെ മേടിച്ച് തിരിച്ചു വരുമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മേജിനെയാണ്. അവൾ ഓഫീസിലിരിക്കുമ്പോഴാണ് അവിടേക്ക് ഇവിടുന്ന് മെസ്സേജ് വരുന്നത്. മേജൻ, നീ ദമയത്തിനെ കണ്ടോ? അവൾ ഇത്ര നേരമായിട്ടും ഈ ഓഫീസിൽ ഞാൻ കണ്ടിട്ടില്ല. അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എവിടെ പോയോ എന്തോ. ഞാനാണെങ്കിൽ ആ ബുറാക്കിന്റെ കാര്യത്തിൽ അവൾ ഒരുപാട് വഴക്ക് പറഞ്ഞു. രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും വഴക്കിട്ടിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. ഫോൺ എത്ര വിളിച്ചിട്ടും അവൾ എടുക്കുന്നില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ആകെ ടെൻഷനാവും. എന്ത്, ദമയത്ത് എവിടെ പോരാ? അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്ന പെണ്ണല്ലല്ലോ. അല്ല, നീ എന്തിനാ ബുറാക്കിന്റെ കാര്യത്തിൽ അവളെ ചുമ്മാ വഴക്കിടാൻ പോയത്? അവൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലുമില്ല. അവളുടെ നല്ലൊരു ഫ്രണ്ടല്ലേ ബുറാക്ക്. നീ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോയത്? ബുറാക്കിന് എന്താ ഒരു കുഴപ്പം? അതൊക്കെ വിടും മേജൻ. അവളെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. എനിക്കാണെങ്കിൽ ഇപ്പം തന്നെ ആകെ കൈയും കാലും വിറച്ചോണ്ടിരിക്കുക. എനിക്ക് ആകെ കൂടെ സ്വന്തം എന്ന് പറയാനുള്ളത് ആകെ ആ ദമയത്ത് മാത്രമേ ഉള്ളൂ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് നസീർ അവളോട് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ആകെ ഷോക്കാവും. എന്നാലും ദമയത്ത് തൊട്ട് പോയി എന്ന് പറഞ്ഞ് അവൾ അവൾക്ക് ഒത്തിരി തവണ വിളിച്ചു നോക്കും. പക്ഷേ ദമയത്തിൻ്റെ ഫോണ് നമ്മുടെ നസീറിൻ്റെ കയ്യിലായതുകൊണ്ട് തന്നെ അവൾക്ക് എത്ര വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കുന്നുണ്ടാവില്ല. ഇതെല്ലാം ആലോചിച്ച് മേജൻ ആകെ ഷോക്കാവും. അവൾ അവിടെ ഇരിക്കുന്ന ഓഫീസേഴ്സിനോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോവായിരിക്കും. ആ സമയത്ത് അവിടെ ഇരിക്കുന്ന ഫോൺ എടുത്തുകൊണ്ട് വേഗം നമ്മുടെ നസീർ മേജൻ്റെ ഫോൺ സൈലൻ്റ് ചെയ്യും. അതിനുശേഷം അത് അവിടെ തന്നെ വെക്കും. അപ്പോഴാണ് മേജൻ തിരിച്ച് നസീറിൻ്റെ അടുത്തേക്ക് വരുന്നത്. നീ പറഞ്ഞത് ശരിയാണല്ലോ, അവൾ കുറേ നേരമായി ഇപ്പോൾ ഓഫീസിലേക്ക് വന്നിട്ട്. അതുമല്ല, അവളുടെ ഫോൺ കാണാനെന്ന് പറഞ്ഞ് അവൾ ഇതിലൂടെയൊക്കെ സെർച്ച് ചെയ്ത് നടന്നിരുന്നു എന്ന് അവളുടെ ഓഫീസേഴ്സൊക്കെ പറഞ്ഞതെന്ന് മേജൻ നസീറിനോട് പറയും. അതെ, എന്തായാലും അവൾ എവിടേക്കോ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവൾ എവിടെ പോകാനാ? അവൾ അങ്ങനെ പോകുന്ന ഒരാളല്ലോ. നീ നിന്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കോഫി ഷോപ്പില്ലേ, അവിടെ പോയി നോക്കിയോ? എൻ്റെ പൊന്നു മേജൻ, ഞാൻ എനിക്ക് കഴിയുന്ന സ്ഥലത്തൊക്കെ നോക്കി. അവൾ അവിടെ ഒന്നും കാണാനില്ല. പിന്നെ ഇപ്പോൾ ദമയത്ത് എവിടെ പോകാനാ? നിനക്ക് അവൾക്ക് അറിയുന്ന ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവൾ പോകാൻ ചാൻസ് ഉള്ള ഏതെങ്കിലും സ്ഥലമുണ്ടോ? അത് കേൾക്കുമ്പോൾ നസീറും പറയും, ഞങ്ങൾക്കൊരു സമ്മർ ഹൗസ് ഉണ്ട്, അവൾ ചിലപ്പം അവിടെ പോയിരിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അവിടെ വരെ ഒന്ന് പോകണം. നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? എന്തായാലും നിൻ്റെയും കൂടി ദമയത്തല്ലേ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും എത്ര വിഷമാവും എനിക്ക് അറിയുന്നതല്ലേ എന്നെല്ലാം പറയുമ്പോൾ മേജൻ ഒത്തിരി വിഷമാവും. ദമയത്തിനെ എങ്ങനെയും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കൂടെ പോകാൻ തയ്യാറാവും. അപ്പോഴാണ് അവൾ പെട്ടെന്ന് ആദേശിനെ കുറിച്ച് ആലോചിക്കുന്നത്. അവനോട് പറയാതെ പോകാൻ പറ്റില്ലെന്ന് വിചാരിച്ച് അവൾ വേഗം അവൾക്ക് കോൾ ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരിക്കും. അപ്പോഴാണ് അവൾ പെട്ടെന്ന് ആ കാറിലുണ്ടായ ഇൻസിഡൻറ്റ് ആലോചിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദേശനല്ലേ പറഞ്ഞിരുന്നത് നമ്മൾ പരസ്പരം കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനായിട്ടില്ലെന്ന്. അതെല്ലാം ആലോചിക്കുമ്പോൾ അവൾ അവളോട് പറയേണ്ടെന്ന് വെക്കും. അങ്ങനെ അവൾ ആ ഫോൺ എടുത്തുകൊണ്ട് നമ്മുടെ നസീറിൻ്റെ കൂടെ അവളെ സെർച്ച് ചെയ്തുകൊണ്ട് പോവാണ്. നസീറാണെങ്കിൽ ദമയത്തിന് കാണാനാത്ത വിഷമങ്ങളെല്ലാം മേജനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ നസീറിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ അവളെ കണ്ടുപിടിച്ചിരിക്കുന്നു പറഞ്ഞ് അവരവിടെ നിന്ന് പോകാൻ നിൽക്കുമായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം പുറകെ നമ്മുടെ ആസ്ലി വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. വാച്ച് ചെയ്യുക മാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം ഒരു ഫോണിൽ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതെല്ലാം അവരുടെ പ്ലാൻ തന്നെയാണ്. നേരത്തെ മുസൈൻ പറഞ്ഞില്ലേ ഇതിലുള്ള ഒരു വഴി കാണാമെന്ന്, അത് ഇത് തന്നെയായിരുന്നു. ഇത് നമ്മുടെ മുസൈനും ആസ്ലിയും നസീറും എല്ലാം കൂടി ചേർന്ന് നമ്മുടെ ആദേശിനെ മേജനെ പിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനാണ്. പിന്നീട് കാണിക്കുന്നത് മുസൈന്റെ ക്യാബിനിലേക്ക് വരുന്ന ആദേശിനെയാണ്. മുസൈൻ ആദേശിനെ അവിടേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് തിരക്കുമ്പോൾ മുസൈൻ ആദേശിനോട് പറയും, മോനെ, നമ്മുടെ പ്ലാനുകളെല്ലാം ദിവസം കൂടുന്തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും കാരണം നിന്റെ ആ മാരേജ് ഗെയിമിന്റെ പ്ലാൻ മാത്രമാണ്. ആ മാരേജ് നമ്മുടെ പ്ലാൻ അല്ലായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. മുസൈൻ അമ്മേ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നതെന്ന് ആദേശ് അവരോട് ചോദിക്കും. എന്ത് പറഞ്ഞു വരുന്നു എന്ന്? നീ ഞങ്ങളുടെ എല്ലാവരുടെ ഇടയിൽ വെച്ച് നിന്റെ ഭാര്യയായ മേജനെ സപ്പോർട്ട് ചെയ്ത് കാണിച്ചില്ലേ? എന്നിട്ടിപ്പോൾ അവൾ നിന്നോട് തിരിച്ചു ചെയ്തതോ? കണ്ടവൻ്റെ കൂടെ കറങ്ങി നടക്കല്ല അവൾ ഇപ്പോഴും. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശ് നല്ല ദേഷ്യം വരും. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? മേജൻ ആരുടെ കൂടെ കറങ്ങി നടക്കുന്നത് നിങ്ങൾ പറയുന്നത്?
മറ്റാരുടെ കൂടെ? അവളുടെ എക്സ് ഫിയാൻസിയായ അവളുടെ ഹസ്ബൻഡ് ആവാതിരുന്നത് നസീറിൻ്റെ കൂടെ അവളിപ്പോൾ നടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് മുസൈൻ അവിടെ ഇരിക്കുന്ന ആ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അതായത് നമ്മുടെ ആസിൽ നേരത്തെ എടുത്തിരുന്ന ഫോട്ടോ നേരെ നമ്മുടെ മുസൈനാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. മുസൈനാണെങ്കിൽ അത് അദേശിനും കാണിച്ചു കൊടുക്കും. അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്ന ഫോട്ടോ കാണുമ്പോൾ തന്നെ അദേശം നല്ല ദേഷ്യം വരും. അവൻ വേഗം അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് അവരെ ഫോളോ ചെയ്ത് അങ്ങോട്ട് പോകും. അപ്പോഴേക്കും നസീറും മേജനും അവരുടെ സമ്മർ ഹൗസിൽ എത്തിയിട്ടുണ്ടാവും. നീ എന്ന വേഗം ദമയത്തിന് സെർച്ച് ചെയ്യാൻ തുടങ്ങിക്കോ, ഞാനിവിടെ പുറത്ത് നിന്നോളെന്ന് പറഞ്ഞ് മേജൻ പുറത്ത് തന്നെ നിൽക്കുമായിരിക്കും. പക്ഷെ നസീറാണെങ്കിൽ എങ്ങനെയൊക്കെ കാണിച്ച് അവളോട്ട് കുറച്ച് ക്ലോസ് ആവണമല്ലോ. അതുകൊണ്ട് തന്നെ അവളെ കാണാതെ വയ്യ, എൻ്റെ കൈയും കാലം വിറക്കുന്നുണ്ട്, എൻ്റെ തല കറങ്ങുന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മേജൻ്റെ മോളിൽ കൂടെ വീഴാൻ പോയിരിക്കും. അത് കാണുമ്പോൾ മേജൻ പെട്ടെന്ന് അവനെ പിടിക്കും. ഈ ഒരു സീൻ കാണുമ്പോൾ ശരിക്കും അവർ ഹഗ് ചെയ്യാൻ പോകുന്ന പോലെയാണ് തോന്നുന്നത്. ആ ഒരു സീന് ദൂരെ നിന്നുകൊണ്ട് നമ്മുടെ ആസിലി ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. ആ ഫോട്ടോയും നേരെ അവൾ മുസൈൻ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ മേജൻ ചോദിക്കും, എന്ത് പറ്റി? ഒന്നുമില്ല, എനിക്ക് ഈ കാര്യം ആലോചിച്ച് ആകെ തല ഇറങ്ങാണ്. എന്തായാലും എനിക്ക് ദമയത്തിനെ കണ്ടുപിടിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് നസീർ വേഗം ഉള്ളിലേക്ക് സെർച്ച് ചെയ്യാൻ പോകും. മേജൻ അപ്പോഴും അവിടെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ ആസിലിക്ക് നല്ല സന്തോഷമാവും. കാരണം അവൾക്ക് വേണ്ട രീതിയിൽ ഒത്തിരി ഫോട്ടോസൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ നസീർ സെർച്ച് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ആസിലി അവൾക്ക് മെസ്സേജ് അയക്കും, എത്രയും പെട്ടെന്ന് നീ മേജനായിട്ട് ആ റൂമിലേക്ക് കയറണം, എന്നാലേ നമ്മുടെ പ്ലാൻ ഫുള്ളായിട്ട് സക്സസ് ആവുള്ളൂ. അദേശിത ഇപ്പം ഇവിടേക്ക് വരാനായിട്ടുണ്ട്, വേഗം അവളെ കൊണ്ട് ആ റൂമിലേക്ക് കയറുമെന്ന് അവൾ അവൾക്ക് മെസ്സേജ് അയക്കും. അത് കാണുമ്പോൾ നസീർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ആ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവായിരിക്കും. അപ്പോഴാണ് കറക്റ്റ് സമയത്തിന് അവിടേക്ക് അദേശ് വരുന്നത്. അവരെ ഒരുമിച്ച് കാണുമ്പോൾ അദേശിന് ഒത്തിരി ദേഷ്യം വരും. മേജൻ നീ എന്താ ഇവൻ്റെ കൂടെ ചെയ്യുന്നതെന്ന് അദേശ് അവളോട് ചോദിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ആകെ ഷോക്കായി അവരെ തന്നെ നോക്കി നിൽക്കുമായിരിക്കും. ആസ്ലിക്ക് നസീറിനാണെങ്കിൽ അവരുടെ പ്ലാൻ വർക്കൗട്ടായ സന്തോഷത്തിൽ ഒത്തിരി ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ആസ്ലിയാണെങ്കിൽ ദൂരെ നിന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. അദേശിനാണെങ്കിൽ നല്ല കട്ട കലിപ്പ് കയറി അവൾ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വൈകാതെ തന്നെ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.